അവിടമ്പത്തൊമ്പത് കൊമ്പന്മാരുടെ പൂരം. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചിലർക്ക്. ഏതൊരു കാര്യത്തിലേക്കും രണ്ടാമതൊന്നും ആലോചിക്കാതെ എടുത്തു ചാടുന്നൊരു സ്വഭാവം. അതുകൊണ്ടുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഇതെടുത്തു ചാടുമ്പോൾ ഇവർ ചിന്തിക്കാറുമില്ല. ഇത് അത്തരത്തിലുള്ളൊരു സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. നമുക്ക് കാണാം വളരെ വ്യത്യസ്തതയാർന്ന ഒരു ഹാസ്യരൂപകം. ഒരു വലിയ പണി എന്നോട് കാണിക്കില്ല. ഞാൻ വേറൊരു പണിക്ക് അത്യാവശ്യ പണിയുണ്ട്. ഞാനൊരു കാര്യം നീ ഏൽപ്പിച്ചാണോ? മരത്തിന്റെ പൈസ ഉണ്ടാക്കാൻ പറഞ്ഞാണോ? മറ്റേ കൊച്ചിന്റെ മരത്തിന്റെ ഈ കൊച്ചിനുണ്ടാക്കി പൈസ എന്തായത്? അത് എന്റെ കുഴപ്പമല്ലെന്നേ. പിന്നെ ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും വർക്ക്. അവിടെ സൂണിന്റെ ഒരു വർക്ക് പിടിച്ച് 2ാം തീയതി വർക്ക് 3ാം തീയതി വർക്ക് ഇതെല്ലാം അവരെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് ഈ വർക്കൊക്കെ. നിനക്ക് വർക്ക് കഴിഞ്ഞിട്ട് നിലത്തെടുക്കാൻ സമയമില്ല. അത് പണി അറിയാവുന്നവർക്ക് അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട്. പിന്നെ പോലെ അല്ലല്ലോ ചോറിയും കുത്തി വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ഒപ്പിച്ച് നടക്കുക. നമ്മളെ മരത്തിന്റെ പൈസയല്ലേ, അത് ഞാൻ അടുത്ത ആഴ്ച എന്തായാലും ഉണ്ടാക്കി തരാം. എത്ര വലിപ്പം വേണം? 1 രൂപ കോയിന്റെ അത്ര വലിപ്പമുള്ളത് വേണോ അതോ 5 രൂപ കോയിന്റെ വലിപ്പമുള്ളത്? ഏത് വേണ്ട, 5 വേണ്ട, ഒരു 500 ആക്കാൻ പറ്റും. 500 മതി. എന്താ നീ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇവിടെ 5 രൂപ ഉണ്ടാക്കാൻ പാട് വരുമ്പോൾ 500 രൂപയുടെ മോളെ അടുത്ത ആഴ്ച കറക്റ്റ് 10 മണിക്ക് ഞാൻ ഈ കോയിനുമായിട്ട് ഈ വീട്ടിലെത്തി പോരെ. എന്റെ ഗോപാലി ഒരു കാര്യം ഏറ്റ ഏറ്റിരിക്കണം. മരത്തിന്റെ പൈസ തരാന്ന് പറഞ്ഞാൽ താൻ തന്നിരിക്കണം. ഓ, ഇത് ഇത്ര വലിയ കാര്യമൊന്നുമില്ല. സുഗുണന്റെ കയറി താമസം കാരണം ഞാൻ അത്ര താമസം. അടുത്ത ആഴ്ച ഒപ്പിച്ച് തരാമെന്നേ. സുഗുണന്റെ കയറി നടക്കുന്നത് നിങ്ങൾ മരത്തിന്റെ പൈസ തന്നെ. എനിക്ക് നിസ്സാര ഒരു മരത്തിന്റെ കേസല്ലേ, അത് ഞാൻ ഒപ്പിച്ചു തരാം. നിസ്സാര പൈസയല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് എനിക്ക് വലിയ കാര്യം മരത്തിന്റെ പൈസ. താൻ എങ്ങനെ പറഞ്ഞ അടുത്ത ആഴ്ച മാറ്റി വെക്കും. മരത്തിന്റെ പൈസ അടുത്ത ആഴ്ച തന്നിരിക്കും. എന്റെ ഗോപാലി ആവശ്യമില്ല സംസാരിക്കില്ല. എനിക്ക് മരത്തിന്റെ പൈസ കിട്ടിയാ പറ്റുമെന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത സംഭവമല്ല. മരത്തിന്റെ പൈസ ഞാൻ അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും. ഈ ഗോപാലകൃഷ്ണൻ മരത്തിന്റെ പൈസ തരാന്ന് പറയുന്നത് 1 മാസമായിട്ട് എന്നെ കളിപ്പിക്കാൻ. ഞാൻ ഈ കോളേജിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പാടില്ല. മരത്തിന്റെ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം. അല്ല, അത് ഞാൻ പറയട്ടെ. കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇച്ചിരി പണി ഉള്ളതുകൊണ്ട് ആ മരത്തിന്റെ പൈസ അന്ന് കൊടുക്കാന്ന് പറഞ്ഞ് നടന്നില്ല. അത് അടുത്ത ആഴ്ച ഒപ്പിച്ച് കൊടുക്കാന്ന് പറയാം. അത് സാരമില്ല, ഞാൻ പറഞ്ഞോളാം. അതെ, എന്തൊക്കെ പറഞ്ഞാലും ശരിയാ കൊടുക്കാതെ നേരത്തെ കൊടുത്തേക്കാം. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. ഇത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ ഇടപെടേണ്ട കാര്യമില്ല. അയ്യോ, ഈ കോളേജിന്റെ പ്രസിഡന്റ് ആയി ഞാൻ തന്നെ ഇടപെടും. അതുകൊണ്ടല്ല ഞാൻ അടുത്ത ആഴ്ച ഒപ്പിച്ച് കൊടുക്കാൻ. അങ്ങനെ വേണ്ട, ഇത് രണ്ടും വന്നേങ്ങോട്ട്. മരത്തിന്റെ പൈസ കൊടുക്കാൻ പറഞ്ഞ കൊടുക്കണോ? പിന്നെ കൊടുക്കണ്ടേ? അല്ല സാരമില്ല ചേട്ടാ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒപ്പിച്ച് കൊടുക്കാന്ന് പറഞ്ഞ മരത്തിന്റെ പൈസ അത് എനിക്ക് ഇച്ചിരി വർക്ക് എന്റെ പൈസയാണ്. പിന്നെ നിന്റെ പൈസ അല്ലാണ്ട് എന്റെ പൈസ എടുത്ത് കൊടുക്കാം. അല്ല ചേട്ടാ, ഇത് മരത്തിന്റെ ചുമ്മാ ഈ കൊച്ചിനോട് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറയും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മരത്തിന്റെ കാശല്ലേ, അത് ഇങ്ങനെ നിൽക്കുന്ന തടിയുടെ കാശിന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ കൊച്ചിന്റെ അടുത്ത ആഴ്ച എന്തോ എക്സിബിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി 5 രൂപയുടെ കോയിൻ ഇല്ലേ, അത് മരത്തിന്റെ ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, മരം വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞല്ലേ പോലെ. പോലെ അങ്ങനെയായിരുന്ന മോനെ. ക്ഷമിക്കണം മോനെ, കാര്യം അറിയാണ്ട് ചെയ്ത മോൻ നമ്മളോട് ക്ഷമിക്കണം. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു കേട്ടോ, എന്നോട് ക്ഷമിക്കണ്ട. കല്യാണ പ്രായത്തിൽ
right on the worldwide. Make the track play, do it your own way. காதல் லைட் லேசரே, காதல் ஒரு லாட்டரி, காதல் ஒரு டீச்சரே, காதல் ஒரு வெஞ்சரே, காதல் போனால் இல்லை யூச்சரே. கண்களால் நீ கொல்லடா, நான் பிறந்ததே அது உனக்குத்தான். என்னை ஏதும் செய்யலாம், கொத்தி பார்க்கலாம், இந்த பெண்ணை சுந்தரா என்று கேட்கலாம். கொல்லிக்கட்டை எடுத்தத சொரிஞ்சிக்க நானும் விரும்பல, சளி சளி கச போல சிரிக்கிற நீச்சி பிடிக்கல.